ഇതെന്താ പുതിയൊരു ചടങ്ങ്? ഈ പാലും നാണോ മുല്ലപ്പൂവൊക്കെ കണ്ടിട്ടൊരു ആദ്യരാത്രി ലക്ഷണമൊക്കെ ഉണ്ടല്ലോ. എന്താണ്? അങ്ങനൊന്നുമില്ല. ജ്യോതിയാന്റെ ഈ മുല്ലപ്പൂ വച്ചു, പിന്നെ പാല് കൊണ്ടുവന്ന് പ്രണവിന് തരാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? ജ്യോതിയാന്റെ ഈ പാല് തന്ന് വിട്ടതേ ഉള്ളൂ, അതോ വേറെന്തെങ്കിലും പറഞ്ഞോ? ആന്റി വേറൊന്നും പറഞ്ഞില്ലേ? ആര് പറഞ്ഞില്ല എന്ന്? നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. ഇരിക്കും. ആന്റി നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രണവിന് മനസ്സിലായില്ലേ? എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശിവാനി. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടപ്പോ ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെ കുറിച്ച് ആലോചിച്ചത്. ജ്യോതി ആന്റിയും CKC അങ്കിളും സ്നേഹം കൊണ്ട് നമ്മളെ മൂടുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവര് എൻ്റെ സ്വത്ത് എങ്ങനെ തട്ടിയെടുക്കാം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ജ്യോതി ആന്റിയൊക്കെ നമ്മൾ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ടെന്ന് നോക്കി. നമുക്കിടയിലെ സന്തോഷമൊക്കെ കെട്ടടങ്ങിയെന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ആന്റി ഈ പാലൊക്കെ തന്ന് വിട്ടത്. ആന്റി ഒരു ആഗ്രഹം പറയുന്നത് ഞാനും കേട്ടു. എത്രയും പെട്ടെന്ന് ഒരു പേരക്കുട്ടി വേണമെന്ന്. എന്താ ജ്യോതിന്റെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുത്തൂടെ? ഇണവയിൽ ചിറകുമായി തളികയിൽ ചിരിയുമായി പുലരി വന്നു നിന്നതെന്തിനോ? ഏറെ നാളായി ദൂരെ ദൂരെ മാറി നിന്ന കാറ്റോ ചാരെ ചാരെ കുളിരെഴും കവിതകൾ നെയ്തുവോ നെയ്തുവോ? ഇതളിടും മലരിലും കിളികൾ തൻ മൊഴിയിലും മധുരമർമരങ്ങൾ എന്തിനോ? കരളിലെ കിളിവാതിലിൽ വിരലിനാൽ തൊടുന്നതേതോ മായികശലം. നിനക്കെന്തു പറ്റി? വേണ്ട പ്രണവേ, എനിക്ക് ഈ വീട്ടിൽ വെച്ച് ഒന്നിനും ആവില്ല. ഇവിടെ നമുക്കൊന്നിനും ഒരു കുറവുമില്ല. അങ്കിളും ആന്റിയും അവരാൽ കഴിയുന്നതിന്റെ പരമാവധി സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു സത്യമുണ്ട്. നമ്മള് ഈ വീട്ടിൽ വെറും അഭയാർത്ഥികൾ മാത്രമാണ്. അങ്ങനെയുള്ളവരിടത്ത് വെച്ച് നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് പ്രണവന് അവകാശപ്പെട്ട വീട്ടില് ഗൗതമ നിധിയും സുഖമായിട്ട് ജീവിക്കുന്നു. നമ്മുടെ സന്തോഷത്തിന് നമ്മൾ അന്യരായ ആൾക്കാരുടെ വീട്ടിൽ ഇടം കണ്ടെത്തുന്നു. എന്തൊരു ദുരിതം ഇത്. ഇതെന്റെ ഒരു വാശിയാണ് പ്രണവേ. നമ്മുടെ ജീവിതത്തിൽ ഇനി നല്ലൊരു മുഹൂർത്തം ഉണ്ടാകുമെങ്കിൽ അത് ഈശ്വരമംഗലത്തെ കടപ്പറയിലായിരിക്കും. അല്ലാതെ എനിക്ക് പറ്റില്ല. ഇവിടെ വെച്ച് ഒന്നിനും എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. പ്രണവ് ഈ പാലെടുത്ത് കുടിച്ചിട്ട് കിടന്നു.